എല്ലാവർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നീർ ദോശ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ദോശ എന്നറിയപ്പെടുന്നതും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതും ഈ ദോശയാണ്. LCHF ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ദോശ തയ്യാറാക്കിയെടുക്കാം. മെയിൻ ആയിട്ട് കോക്കനട്ട് ഫ്ലോറും ഫ്ലാക്സീഡ് ഫ്ലോറുമാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഫ്ലോർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഫ്ലോറും പിന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചുട്ടെടുക്കാനായിട്ട് എണ്ണയും വേണം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാൻ ആദ്യം ഈ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനെടുത്ത തേങ്ങ മിഡിൽ ഈസ്റ്റിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഡ്രൈഡ് കോക്കനട്ട് ഫ്ലോർ ആണ്. ഈ തേങ്ങ തന്നെയാണ് ഇവിടെ കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നന്നായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലാക്സീഡ് പൊടി കൂടെ ചേർത്ത് പൊടിക്കാം. ഫ്ലാക്സീഡ് ചേർക്കുകയാണ്. ഇനി ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഒന്ന് കറങ്ങി വന്നിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ചേർക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. തേങ്ങയൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അല്പം കൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ്. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് പൊടിഞ്ഞ് ജോയിൻ്റായി കിട്ടും. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. തേങ്ങയും ഫ്ലാക്സീഡ് പൊടിയും നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ജാറിൽ അല്പം വെള്ളം ചേർത്ത് അതിലുള്ള മാവ് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളപ്പം മാവിൻ്റെ പകുതി കട്ടി മതി നീർദോശ മാവിന്. ആ പരുവത്തിൽ നമ്മൾ വെള്ളം പാകമാക്കി എടുക്കണം. കട്ടി കുറച്ച് വേണം നമുക്ക് നീർദോശയ്ക്ക് മാവ് റെഡിയാക്കാൻ. അതുകൊണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പാകത്തിന് ഉപ്പും ഒരു മുട്ടയും കൂടി ചേർത്ത് നോക്കുകയാണ്. മുട്ട ചേർത്തതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് വെള്ളം ചേർത്താൽ മതി. ലാസ്റ്റ് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 75% ബാറ്റർ തിക്ക് പാകമായിട്ടുണ്ട്. അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം മാവ് പാകം കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇവിടെ ദോശ പാന് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് എണ്ണ തടവിയതിൻ്റെ ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു തവി എടുത്തിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ട്രഡീഷണലായിട്ട് ഇങ്ങനെയാണ് നീർദോശ ചുടുന്നത്. നല്ല പ്രാക്ടീസുള്ള ആൾക്കാർക്ക് വളരെ ഈസിയാണ് ഇത്. ഒറ്റ പ്രാവശ്യം ഒഴിക്കുമ്പോൾ തന്നെ പാന് ഫില്ലായി കഴിയും. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിഭാഗം ഒന്ന് ആവുന്നത് വരെ തുറന്നുകൊണ്ട് കുക്ക് ചെയ്യാം. സാധാരണ അടച്ചു വെക്കാറുണ്ട്. ഇവിടെ ഫ്ലാക്സീഡ് പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് അടച്ചു വെക്കേണ്ട. ഞാൻ മറിച്ചിട്ട് കൊടുത്തു. ഒരു 15 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലിട്ട് മാറ്റാം. പ്ലേറ്റിലിട്ട് മാറ്റുകയാണ്. ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കണം. നല്ല നീർദോശ പോലെ സെയിം ആയി കിട്ടിയിട്ടുണ്ട്. LCHF ദോശ ഇവിടെ 6 റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചട്നികളുടെ കൂടെയോ മറ്റ് മീൻ കറിയോ പച്ചക്കറിയോ മീറ്റ് കറിയോ ഏത് കറിയുടെ കൂടെയും നമുക്ക് കഴിക്കാം.
ഓരോ ദിവസം നിങ്ങൾ കഴിക്കുമ്പോഴും കാർബിൻ്റെ അളവ് കെയർ ചെയ്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിവിടെ 2 പേർക്കാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ ദോശ തയ്യാറാക്കിയത്. അപ്പോൾ ഈ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും, സഹായമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.